മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരം തന്നെയാണ് മാനസപുത്രി എന്ന സീരിയലിൽ സോഫി എന്ന പാവം കഥാപാത്രത്തിലൂടെ മലയാളികൾ ഏറ്റെടുത്ത ശ്രീകല. ഇപ്പോൾ ശ്രീകല എവിടെയാണ് എന്ന് പലരും ചോദിച്ചെത്താറുണ്ട്. എപ്പോൾ സീരിയലുകളിൽ അഭിനയിച്ചിട്ടും എന്നെ കാണുമ്പോൾ ഇപ്പോൾ എല്ലാവരും ഓടി വന്ന് ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് സോഫിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെയാണ്. അത് കേൾക്കാൻ തന്നെ ഒരു സുഖമാണ്. ചില അമ്മമാരൊക്കെ ഇപ്പോഴും കരഞ്ഞുകൊണ്ടെത്തും. ഇപ്പോഴും പുറത്തുപോയാൽ എല്ലാവരും വിളിക്കുന്നത് സോഫി എന്നാണ്. റേറ്റിംഗിൽ എക്കാലത്തെയും ഹിറ്റായി മാറിയ പരമ്പരകളിൽ ഒന്ന് തന്നെയാണ് എൻ്റെ മാനസപുത്രി. സോഫിയും ഗ്ലോറിയും ഒരിക്കലും മറക്കാനാവാത്ത രണ്ട് കഥാപാത്രങ്ങൾ. അതിൽ ഗ്ലോറി എന്ന വില്ലത്തി കഥാപാത്രം ചെയ്തത് അർച്ചനയാണ്. എന്നാൽ സോഫി എന്ന കഥാപാത്രം ചെയ്തത് ശ്രീകലയും. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ശ്രീകലയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണാറും കേൾക്കാറുമുണ്ട്. വിദേശത്തുള്ള ചിത്രങ്ങളൊക്കെ ഇടയ്ക്ക് പങ്കുവയ്ക്കുന്നതും പ്രേക്ഷകർ കാണാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകർ ഈ വാർത്തയെക്കുറിച്ച് കേൾക്കുകയും പറയുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഇത് കാണുന്നത്. റേറ്റിംഗിൽ എക്കാലത്തെയും ഹിറ്റായി മാറിയ പരമ്പരകളിൽ ഒന്നാ തന്നെയാണ് ഏഷ്യാനെറ്റ്. അതിൽ തന്നെയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന മാനസപുത്രിയും. ഇപ്പോഴും പ്രേക്ഷകർ അത് ഓർത്തിരിക്കുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് ശ്രീകലയെ പുറത്തു വെച്ച് ആര് കണ്ടാലും ഓടി വന്ന് സോഫി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നത്. ആ പെണ്ണ് ഒരുപാട് ഉപദ്രവിച്ചാലേ ഗ്ലോറിയയ്ക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഗ്ലോറിയയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് ജീവിതത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അർച്ചന തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം സംസാരിച്ചെത്തിയത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുന്നത് നമുക്ക് തന്നെ നന്നായി അറിയാവുന്നതാണ്. ഇതിനു മുൻപും അർച്ചന എടുത്ത് ഇതിനെക്കുറിച്ച് എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. പ്രേക്ഷകരും വളരെയധികം കൃത്യമായി സംസാരിക്കുന്നത് നമുക്ക് നന്നായി തന്നെ അറിയാം. അഭിനയ രംഗത്ത് ഇപ്പോൾ അത്ര സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ശ്രീകല. ഇക്കഴിഞ്ഞ ദിവസം സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മയുടെ ജനറൽ ബോഡി മീറ്റിംഗ് ആയിരുന്നു. പങ്കെടുക്കാൻ താരം എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വേദിയിൽ സോഫിയെക്കുറിച്ച് തന്നെയാണ് മാധ്യമങ്ങളോട് ശ്രീകല സംസാരിച്ചതും. എത്രയോ സീരിയലുകളിൽ ചെയ്തിട്ടുണ്ട്. 10-18 വർഷമായി ഈ ഫീൽഡിലുണ്ട്. ഒരുപാട് സീരിയലുകൾ ചെയ്തെങ്കിലും ഇപ്പോഴും പുറത്തു പോയാൽ എല്ലാവരും വിളിക്കുന്നത് സോഫി എന്ന് തന്നെയാണ്. അത്രയും ജനങ്ങൾ അത് ഏറ്റെടുത്തു എന്നത് വലിയ കാര്യം തന്നെയാണ്. ആ സീരിയലിൻ്റെ കഥാപാത്രങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് സത്യം. തോപ്പിയാസ് എന്ന വില്ലനും ഗ്ലോറി എന്ന വില്ലത്തിയും അന്ന് പ്രേക്ഷകരുടെ മനം കവർന്നിരുന്നു. ഇപ്പോഴും പ്രേക്ഷകർ പലരും അർച്ചനയെ സംസാരിക്കുമ്പോൾ പണ്ട് സോഫിയെ നീ ഒരുപാട് ഉപദ്രവിച്ചല്ലേ എന്ന് ചോദിക്കാറുണ്ട്. പല അമ്മമാരും ഗ്ലോറിയെ ഉപദ്രവിക്കുന്നത് നമ്മൾ പലരും കേട്ടിട്ടുമുണ്ട്. അത്തരത്തിൽ അന്ന് എല്ലാവർക്കും വളരെയധികം വികാരഭരിതമായി മാറിയ ഒരു സീരിയൽ തന്നെയായിരുന്നു എൻ്റെ മാനസപുത്രി. പ്രേക്ഷകരും അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ ആ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെ നന്നായി തന്നെ അറിയുന്ന ഒരു കാര്യവും പ്രേക്ഷകരുടെ പ്രീതിയോടെ തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യവുമാണ്. ഇപ്പോഴും ശ്രീകലയെക്കുറിച്ച് പ്രേക്ഷകർക്ക് അത് ഓർത്തിരിക്കാൻ പറ്റുന്നത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യമായി പറയുന്നത്. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ സോഷ്യൽ മീഡിയ പോസ്റ്റുകളോടൊപ്പം വളരെയധികം വ്യക്തമായി തന്നെ ഇത് മനസ്സിലാവുകയും ചെയ്യുന്നു എന്ന് തന്നെ കൂട്ടിച്ചേർക്കാൻ പറ്റുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.